യഥാർത്ഥത്തിൽ സ്വർണത്തോളം മൂല്യമുള്ളതാണ് നമ്മളുടെ കൊല്ലം ജില്ലയിലെ കരിമണൽ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത്രമാത്രം ധാതു സമ്പന്നമാണ് ആ കരിമണൽ. ആ കരിമണൽ കൊള്ളയടിക്കാൻ CMRL ആരൊക്കെയാണ് കൂട്ടുനിൽക്കുന്നത് എന്നതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL നിന്ന് ഈ കരിമണൽ കർത്തയുടെ അഥവാ ശശിധരൻ കർത്തയുടെ CMRL എന്ന കമ്പനിക്ക് മണൽ കിട്ടുന്നത് ഏതെല്ലാം വഴിയിലാണ്, എത്രയാണ് അവർക്ക് കിട്ടുന്നത്, എന്തെങ്കിലും കണക്കുണ്ടോ? തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിൽ CMRL ഓരോ വർഷവും ചുരുങ്ങിയത് 10 കോടിയിലേറെ രൂപയുടെ ലാഭമാണ്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടത് ഖനനം തുടങ്ങിയതോടെ ചവറയിൽ നിന്ന് യഥേഷ്ടം കിട്ടിയതാണ് ശശിധരൻ കർത്തയ്ക്ക് കോളായി മാറിയത്. ഒരു വർഷത്തെ കണക്കെടുത്താൽ ഇൽമിനേറ്റിന്റെ 803 ലോഡുകളിൽ നിന്നായി ചുരുങ്ങിയത് 12 കോടി രൂപയുടെ നേട്ടമെങ്കിലും CMRL ഉണ്ടായി എന്ന് ബില്ലുകളിൽ നിന്ന് വ്യക്തം. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ പരമ്പര തുടരുന്നു. കരിമണൽ കള്ളക്കോടീശ്വരൻ. കഴിഞ്ഞ 4 വർഷമായി ഇവിടെ ഇതുപോലെയുള്ള കരിമണൽ കൂനകളാണെങ്ങും. തോട്ടപ്പള്ളിയിലെ അനധികൃത കരിമണൽ ഖനനത്തിൽ ശശിധരൻ കർത്തയുടെ കമ്പനിയായ CMRL ഒരു നേട്ടവും ഇല്ലെന്നാണല്ലോ സർക്കാർ ആവർത്തിക്കുന്നത്. എങ്ങനെയാണ് CMRL തോട്ടപ്പള്ളി ഖനനം ലാഭമാകുന്നത്? എത്രയാണ് ശരാശരി കുറഞ്ഞ ലാഭം എന്ന് നമുക്ക് ബില്ലുകൾ വെച്ച് പരിശോധിച്ച് നോക്കാം. തോട്ടപ്പള്ളിയിൽ നിന്ന് മണലെടുക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ KMML IREL. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL തോട്ടപ്പള്ളിയിൽ ഖനനം തുടങ്ങിയതോടെ CMRL നേട്ടമായി. CMRL വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്ന ഇൽമിനേറ്റ് ചവറയിൽ നിന്ന് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL കൊടുത്തു തുടങ്ങി. അങ്ങനെ വിദേശത്ത് നിന്ന് വരുത്തേണ്ടത് നാട്ടിൽ കിട്ടിത്തുടങ്ങിയപ്പോൾ ശശിധരൻ കർത്തയ്ക്കത് കോടികളുടെ നേട്ടമായി മാറി. 2022 ഫെബ്രുവരി മുതൽ 2024 ജനുവരി വരെ ശശിധരൻ കർത്തയുടെ CMRL വന്ന മുഴുവൻ ലോഡുകളുടെയും ബില്ലുകൾ നമുക്ക് പരിശോധിക്കാം. 12 മാസത്തിനിടെ 803 ലോഡ് ഇൽമിനേറ്റ് CMRL ചവറയിൽ നിന്ന് കിട്ടി. ഒരു ലോഡ് ജപ്പാനിൽ നിന്ന് എത്തിക്കണമെങ്കിൽ ലോഡ് ഒന്നിന് 9.65 ലക്ഷം കൊടുക്കേണ്ടി വരുമ്പോൾ ചവറയിൽ നിന്ന് കിട്ടുമ്പോൾ 7.72 ലക്ഷമാണ്. ശരാശരി 20 ടണ്ണിൻ്റെ ലോഡിൽ തന്നെ 2 ലക്ഷം രൂപ കൂടുതലാണ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്നതിന്. ഇങ്ങനെ പല സമയങ്ങളിൽ ചവറയിൽ നിന്ന് കിട്ടിത്തുടങ്ങിയതോടെ 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ കൂടുതലാകുമെന്ന് ബില്ലുകളിലുണ്ട്. ഒരു ലോഡിൽ മാത്രം ശരാശരി 1.5 ലക്ഷം രൂപയുടെ ലാഭം കൂട്ടിയാൽ തന്നെ ഒരു കൊല്ലം എടുത്ത 803 ലോഡുകൾക്ക് 12 കോടി രൂപയുടെ ലാഭമാണ് ശശിധരൻ കർത്തയുടെ CMRL ഉണ്ടായത്. 4 വർഷമായി ഖനനം തുടങ്ങിയിട്ട് 12 കോടി രൂപ തോതിൽ കൂട്ടിയാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 48 കോടി രൂപയുടെ ലാഭമാണ് തോട്ടപ്പള്ളി ഖനനം കൊണ്ട് CMRL ഉണ്ടായതെന്ന് ഈ ബില്ലുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. തോട്ടപ്പള്ളിയിലെ വിശാലമായ മനോഹരമായ ഈ തീരത്തെയാണ് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. എത്രയെത്ര JCBകളും ലോറികളുമാണ് ഓരോ ദിവസവും ഇവിടെ വന്ന് കുഴിച്ചെടുത്ത കരിമണൽ കൊണ്ടുപോകുന്നത്. റിപ്പോർട്ടർ TV പ്രസാദ്, ടീം ഇൻവെസ്റ്റിഗേഷൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കരിമണലുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എങ്ങനെയാണ് ഈ ശശിധരൻ കർത്ത CMRL ഈ കരിമണൽ കടത്തിലൂടെ ലാഭം നേടുന്നത്, ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് IREL പോലെയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നതിൻ്റെ കണക്ക് കൂടിയാണ് നമ്മൾ പ്രേക്ഷകരെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ഈ ശശിധരൻ കർത്തയുടെ സ്വാധീനം ഉപയോഗിച്ചല്ലാതെ ഇത്തരം കണക്കിൽപ്പെടാത്ത ലോഡുകൾ CMRL കൊണ്ടുപോവുക സാധ്യമാണോ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ ഖനനം എന്ന് സർക്കാർ വിളിക്കുന്നില്ലല്ലോ, മണൽവാരൽ എന്നാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മണൽവാരൽ ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് 2018 ജൂൺ മാസം മുതൽ 2024 ജനുവരി 31 വരെ ശശിധരൻ കർത്തയുടെ CMRL കമ്പനിയിലേക്ക് വന്നതും പോയതുമായ മുഴുവൻ ലോഡുകളുടെയും വിവരങ്ങളാണ് നമ്മൾ എടുത്തത്. അതിൽ ഏത് വാഹനത്തിൽ വന്നു, ഏത് സമയത്ത് വന്നു, ഏത് കമ്പനിയിൽ നിന്ന് വാങ്ങി, അവിടുത്തെ GST നമ്പർ എത്രയാണ് ഒരു ലോഡിന്റെ വില തുടങ്ങിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ E-way ബില്ലാണ് നമ്മൾ പരിശോധിക്കുകയും ചെയ്തത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ
വൻ ലാഭമാണ് തോട്ടപ്പള്ളിയിലെ ഖനനം കൊണ്ട് ശശിധരൻ കർത്തയുടെ CMRന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സർക്കാർ എപ്പോഴും പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണല്ലോ അവിടെ നിന്ന് കരിമണൽ എടുക്കുന്നത്, പിന്നെ എങ്ങനെയാണ് നമുക്കത് CMRന് നേട്ടമാകുന്നു എന്ന് പറയാൻ കഴിയുക? അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അതായത് KMML-ഉം IREL-ഉം ചേർന്ന് അവിടുന്ന് മണലെടുക്കുന്നു. KMML-ന് ഉപയോഗിക്കാൻ തക്കതായ ഇൽമിനേറ്റ് തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇൽമിനേറ്റ് പുറത്തുവിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സർക്കാരിന്റെ തന്നെ ഒത്താശയിൽ IREL-ഉമായിട്ട് ഒരു ധാരണയുണ്ടാക്കുന്നത്. IREL-ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇൽമിനേറ്റ് വിൽക്കാനും കഴിയും. ചുരുക്കത്തിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം തുടങ്ങിയതിന് ശേഷം ശശിധരൻ കർത്തയുടെ CMRലേക്ക് ലോഡ് കണക്കിന് ഇൽമിനേറ്റ് വന്നു എന്നുള്ളതാണ് ബില്ലുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിലും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ജനുവരി മാസം 10 അവിടുത്തെ മണലിന്റെ നീക്കം നിലച്ചു. ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണുള്ളത്. ജനുവരി 9 ശേഷം ഒരു ലോഡ് ഇൽമിനേറ്റ് പോലും IREL CMRന് കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം അതിന് വലിയ ഷോർട്ടേജ് ആണ്. കരിമണൽ കിട്ടാനില്ല എന്ന കാര്യം നമുക്കറിയാം. ആലപ്പാട് നടക്കുന്ന സമരം അറിയാം, മറ്റിടങ്ങളിൽ നടക്കുന്ന സമരങ്ങൾ അറിയാം. അങ്ങനെ ഏറ്റവും ഷോർട്ടേജ് ഉള്ള ഒരു സ്ഥാപനമാണ്. സ്വകാര്യ രംഗത്ത് കുഴിക്കാൻ മൈനിങ്ങിന് പെർമിഷൻ ഇല്ലാത്ത ഒരു നാട്ടിൽ പൊതുമേഖലയിൽ അത് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാതെ തീർച്ചയായും അത് CMRന് വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ലാഭത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് രണ്ട് പ്രേക്ഷകർ ചില സംശയങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രസക്തമായ സംശയങ്ങളാണ് ഈ വിഷയത്തിൽ. ഈ കരിമണൽ ഖനനത്തിന് ഇത് ഖനനം ചെയ്ത് വിട്ടാൽ സർക്കാരിന് നല്ല പൈസ കിട്ടില്ലേ? എന്താണ് പ്രശ്നം? എന്താണ് ഇതിനെതിരെ ഇത്ര എതിർപ്പ് വരാനുള്ള കാരണമെന്ന് ചോദിക്കുന്നു. അതിലൊരു കാരണം പെരിയാറടക്കമുള്ള നദികളെ മലിനമാക്കുന്നതിൽ CMRL എന്ന് പറയുന്ന കമ്പനിയുടെ ഈ വേസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ആ മലിനീകരണം എന്നുള്ളത് നമുക്ക് മാറ്റാൻ കഴിയില്ല. തീരശോഷണം, ഇത് രണ്ടും CMRL കമ്പനിക്ക് ലാഭമുണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് എന്നുള്ളതാണ് സമരക്കാരുടെയും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് എനിക്കറിയാവുന്ന കാര്യം. എതിർപ്പിന്റെ കാര്യമാണ് TV പ്രസാദ്. മറ്റൊന്ന്, ഒരു പ്രേക്ഷകൻ കൂടി ചോദിക്കുന്നത്, ഹൗ ഡിഡ് CMRL ഗെറ്റ് ദ കോൺട്രാക്ട് ഫ്രം IREL? IREL-ന് ഈ കോൺട്രാക്ട് കിട്ടിയത് കോമ്പറ്റിറ്റീവ് ബിഡിംഗ് വഴിയാണോ, ടെൻഡർ നടപടികൾ വഴിയാണോ, മറ്റെന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ എന്നൊരു പ്രേക്ഷകൻ കൂടി ചോദിക്കുന്നുണ്ട്. ഒരു സുരേഷ് മാധവൻ. അരുൺ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടും നമ്മുടെ കടൽ തീരത്തിന്റെ തീരശോഷണവുമായി ബന്ധപ്പെട്ടും ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതാണ്. ആലപ്പാട് നമുക്കറിയാം, അരുണിന് വ്യക്തമായിട്ട് അറിയാവുന്ന പ്രദേശമാണ് ആലപ്പാട്, ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ആലപ്പാട്ടെ പ്രദേശം ഈ കരിമണൽ ഖനനം കൊണ്ട് ചുരുങ്ങി വന്ന ചിത്രം നമ്മുടെ മുന്നിലുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ തോട്ടപ്പള്ളിയിലും സംഭവിക്കുന്നത്. വലിയ വിലയുള്ള മണൽ തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ കരിമണൽ ആവശ്യമാണ്. പക്ഷേ അതിന് മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റിടങ്ങളിൽ വ്യാപകമായി കിട്ടുന്നത് ഇറക്കുമതി ചെയ്താലും ഈ പറയുന്ന ലാഭത്തിൽ കുറവുണ്ടാകും എന്നല്ലാതെ നമ്മുടെ പ്രകൃതിക്ക് വലിയ ദോഷമുണ്ടാകില്ല എന്നുള്ളിടത്താണ് അതിന്റെ ഒരു പ്രശ്നമുള്ളത്. പിന്നെ മാത്രമല്ല, ഈ ടെൻഡറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ടെൻഡർ ചെയ്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ മറ്റ് സാധനങ്ങൾ വിൽക്കുന്നത് പോലെ ഇത് ഒരുപാട് വിൽക്കാനുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. വളരെ അപൂർവമായ കമ്പനികളിൽ ഒന്നാണ് ഈ CMRL എന്ന് പറയുന്നത്. CMRL പോലെ 1-2 കമ്പനികൾക്ക് മാത്രമാണ് രാജ്യത്ത് തന്നെ ഈ പറയുന്ന സ്ഥാപനമാണ് ഇൽമിനേറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന, ആ ഇൽമിനേറ്റ് ഉപയോഗിച്ച് ഈ സിന്തറ്റിക് റൂട്ടയിലൊക്കെ നിർമ്മിക്കാൻ കഴിയുന്ന സ്ഥാപനമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അതെ 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 അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അതായത് നമ്മുടെ മറ്റ് കച്ചവടങ്ങൾ പോലെ ടെൻഡർ ഇല്ലാതെ വലിയ അട്ടിമറി നടത്താനൊന്നും ഇതിനകത്ത് പറ്റില്ല. കാരണം വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇങ്ങനെ ഇൽമിനേറ്റ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടയിൽ ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രശ്നവുമില്ല. IREL-നെ സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന പണം കിട്ടുകയും ചെയ്യും. നമ്മൾ ഉയർത്തുന്ന വിഷയം അതല്ല അരുൺ. നമ്മൾ ഉയർത്തുന്ന വിഷയം മണൽവാരൽ എന്ന് പറഞ്ഞ് എല്ലാ കാലവും, ഇപ്പോൾ 4 വർഷമായി ഒരുപാട് മഴക്കാലം കഴിഞ്ഞു, ഒരുപാട് വേനൽക്കാലം കഴിഞ്ഞു, എന്നിട്ടും എന്തിനാണ് ഈ തോട്ടപ്പള്ളിയിൽ ഖനനം തുടരുന്നത് എന്നുള്ളിടത്താണ് പ്രശ്നം. എക്കോളജിക്കലായിട്ട് വളരെ സെൻസിറ്റീവായ ഏരിയയാണ് ഈ തോട്ടപ്പള്ളിയിലെ ഈ പുഴയും ഈ കായലും അതുപോലെ ഈ കടലും ചേരുന്ന ഈ ഭാഗം. CRZ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, CRZ-ന്റെ വയലേഷനാണ്, അവിടെ നിന്ന് മണൽ വാരാൻ പാടില്ല എന്ന് പറഞ്ഞ്, കുഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ എപ്പോഴും പറഞ്ഞത് മണൽ വാരൽ ആണ് എന്നുള്ളതാണ്. ഇതിലൊരു പ്രശ്നം, ഇവിടെ തുടരുന്ന മണൽ ഖനനം യഥാർത്ഥത്തിൽ
വൻ നേട്ടമുണ്ടാക്കുന്നത് CMRL-നാണ്, ശശിധരൻ കർത്തയ്ക്കാണ് എന്നുള്ളിടത്താണ് നമ്മുടെ വാർത്ത പ്രസക്തമാകുന്നത്. ടി വി പ്രസാദ് വളരെ വ്യക്തമാണ്. അതിൽ മണൽവാരൽ എന്ന് പറഞ്ഞ് ഖനനത്തിനുള്ള സാഹചര്യം ഒരുക്കുക, ആ ഖനനം വഴി പൊതുമേഖലാ സ്ഥാപനമായ KMML-ലും IREL-ലും തമ്മിലുള്ള കരാറിലൂടെ IREL-നും പകുതി കൊടുക്കുക, IREL അതിൽ നിന്ന് CMRL-ന് ലാഭമുണ്ടാക്കുക, CMRL അവരുടെ ഇൻകം ടാക്സിന് കൊടുത്തിരിക്കുന്ന ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനി എന്ന നിലയിൽ അവരുടെ പരിപാടികളും അവരുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ഘടകം. ഇതിനെ സ്പീഡ് മണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ പരിസ്ഥിതിക്ക് മലിനമുണ്ടാക്കുന്ന, പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുന്ന, തീരശോഷണം ഉണ്ടാക്കുന്ന, ഖനനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിയാൽ അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും സാമൂഹിക ധാർമ്മികതയുടെയും പ്രശ്നം കൂടിയാണ് സുരേഷ് മാധവൻ. അതുകൊണ്ടുകൂടിയാണ് IREL-ലും CMRL-ലും തമ്മിലുള്ള ഈ ഇടപാടും വളരെ പ്രസക്തമായി തീരുന്നത്. അതിലെ എവിടെയൊക്കെ സ്വാധീനിക്കാമോ അത്തരം വലിയ സ്വാധീനങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്: പൊതുമേഖലാ സ്ഥാപനമായ KMML-നും IREL-നും ഈ കരിമണൽ ഖനനം ചെയ്ത് മിതമായ തോതിൽ പരിസ്ഥിതി നാശമില്ലാത്ത രീതിയിൽ സസ്റ്റൈനബിളായ രീതിയിൽ ഖനനം ചെയ്ത് അത് സിന്തറ്റിക് റൂട്ടയിലായി കൊണ്ടുവരാനും അതേപോലെ ടൈറ്റാനിയം പ്രോഡക്റ്റിലേക്കൊക്കെ കൊടുക്കാനുമുള്ള സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ടും ആർജിച്ചെടുക്കുകയോ അതിനുപയോഗിക്കുകയോ ആണ് നമ്മുടെ മുന്നിലുള്ള വഴി. സ്വകാര്യ പ്ലേയേഴ്സിനെ ഉപയോഗിക്കുന്നതിൽ അവർ പരിസ്ഥിതി നാശം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതാണ് ആലപ്പാട്ടുകാരുടെയും തോട്ടപ്പള്ളിക്കാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട പ്രതിഷേധത്തിൻ്റെ കാരണവും. നമ്മൾ അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. ടി വി പ്രസാദിൻ്റെ റിപ്പോർട്ടിനെ കാണേണ്ടതും ആ അർത്ഥത്തിലാണ്. അതല്ലാതെ IREL കമ്പനി ക്രമവിരുദ്ധമായി CMRL-ന് മണൽ നൽകുന്നുവെന്നോ KMML CMRL-ന് ടെൻഡറില്ലാതെ മണൽ നൽകുന്നുവെന്നോ നമ്മുടെ റിപ്പോർട്ടിലില്ല. പക്ഷേ മണൽവാരൽ എന്ന പേരിൽ CMRL-ന് ലാഭമുണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ലോഡുകൾ, എണ്ണത്തിലില്ലാത്ത ലോഡുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമരസമിതിയുടെയും ആക്ഷേപം. അതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച റിപ്പോർട്ടായിട്ട് എത്തിച്ചിരിക്കുന്നതും. അപ്പോൾ അടിമുടി ദുരൂഹമാണ് CMRL ഇടപാടുകളെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. അത് CMRL-ന്റെ ഫിനാൻസ് ഓഫീസർ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുൻപിൽ കൊടുത്ത രേഖയിൽ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ അക്കാര്യത്തിൽ നമ്മുടെ റിപ്പോർട്ട് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ഇത്തരം സംഭാവനകൾ നൽകുന്നത് എന്നതിൽ അന്വേഷണത്തിലാണ് ടി വി പ്രസാദും സംഘവും ഉള്ളത്. ആ വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.